ജീവിതത്തിൽ പല രീതിയിലും ഭാവത്തിലും രൂപത്തിലും സമയങ്ങളിലും കാറ്റുകൾ അടിച്ചു എന്ന് വരാം. കാറ്റിൻ്റെ ശക്തി കൂടിയും കുറഞ്ഞുമിരിക്കാം. ഓരോ കാറ്റും വീശുമ്പോഴും അതിൻ്റെ പുറകിൽ ദൈവത്തിന് പല മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും സന്ദേശങ്ങളും കാണാം. ചില കാറ്റുകൾ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഉൽപ്പത്തി 8:1. ചില കാറ്റുകൾ പ്രതികൂലങ്ങളിൽ വഴി തുറക്കുവാനാണ്. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. പുറപ്പാട് 14:21. ദൈവം അടുപ്പിക്കുന്ന ചില കാറ്റുകൾ ഉണങ്ങിയ അസ്ഥികൾക്ക് ചിലപ്പോൾ ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഹെസ്കേൽ 37:9-10. ജീവിതത്തിൽ കാറ്റുകളും ഭൂകമ്പങ്ങളും തീയും ഉണ്ടാകാം. എന്നാൽ അതിന് പിന്നിൽ ഒരു മൃദുസ്വരം കടന്നു വരും. ആ മൃദുസ്വരം നമ്മെ ശക്തിപ്പെടുത്തും. ഇസബേലിൻ്റെ വെല്ലുവിളിയാകുന്ന മരണഭീതിയാൽ ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ മരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഏലിയാവിനെ ദൈവദൂതൻ ശക്തിപ്പെടുത്തി. ഏലിയാവ് ഹോരേബ് പർവ്വതത്തിലേക്ക് നടന്നു. ഗുഹയിൽ പാർത്ത ഏലിയാവിന് വീണ്ടും ദൈവിക അരുളപ്പാടുണ്ടായി. നീ പുറത്തു വന്ന് പർവ്വതത്തിലെ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം ഒരു മൃദുസ്വരമുണ്ടായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:11-12 എത്ര വലിയ കാറ്റാണെങ്കിലും അതിൻ്റെ പിന്നിലെ ദൈവീയ സ്വരം നാം ശ്രവിക്കണം. കാറ്റിലും കൊടുങ്കാറ്റിലും അകപ്പെട്ട് കടലിൽ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവരെ തിരഞ്ഞ് അവരുടെ അടുക്കൽ കടലിൽ കൂടി നടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൃദുസ്വരം മൊഴിഞ്ഞത് നാം ഓർക്കുന്നു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 6:50. പ്രവാസകാലത്ത് കേബാർ നദീതീരത്ത് യെഹെസ്കേൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്നും തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. യെഹെസ്കേൽ 1:4. ബാബേൽ പ്രവാസത്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റാഞ്ഞടിച്ചു. ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. പഴയ കാലത്തെയും യെരുശലേം ദേവാലയത്തെയും ഓർത്തപ്പോൾ അവരുടെ ഉള്ളം കലങ്ങി. എവിടെയും കരിനിഴൽ, ആശയ്ക്കൊരു വഴിയുമില്ല. ഈ സമയങ്ങളിലാണ് ദൈവം യെഹെസ്കേലിന് ദർശനം കൊടുക്കുന്നത്. ഈ ദർശനത്തിലൂടെ കൊടുങ്കാറ്റും ഇരുണ്ട് മേഘാവൃതമായ ജീവിതമാണെങ്കിലും അതിന് പിന്നിൽ ജ്വലനമുള്ള തീയാകുന്ന വചനം കടന്നു വരുമെന്നും യഹോവയുടെ മഹത്വ പ്രത്യക്ഷത അവർ ദർശിക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ഈ തീയാകുന്ന വചനമാണ് എമ്മോസിലേക്ക് പോയ 2 പേരുടെ ഹൃദയങ്ങളെ കത്തിച്ചത്. പൗലോസും കൂട്ടരും യാത്ര ചെയ്തിരുന്ന അലക്സാന്ദ്രിയ കപ്പൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനാൽ ആടി ഉലഞ്ഞപ്പോൾ അവരെ ശക്തിപ്പെടുത്തിയത് പൗലോസിൻ്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന തീയാകുന്ന വചനം തന്നെ. അതുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണഹാനി വരികയില്ല. എൻ്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. അപ്പോസ്തലപ്രവൃത്തി 27:22-25 വരെയുള്ള വേദഭാഗങ്ങൾ.
എത്ര വലിയ കാറ്റും കൊടുങ്കാറ്റും അടിച്ചുകൊള്ളട്ടെ, ജീവിതത്തിൽ കറുത്ത മേഘങ്ങളാകുന്ന കരിനിഴൽ വീശട്ടെ, തീയാകുന്ന വചനത്തിൻ്റെ ജ്വലനത്താൽ ശക്തി പ്രാപിക്കുക. കാരണം നാം സേവിച്ചു വരുന്ന ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com